ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇടുന്നുണ്ട്. അതിനകത്തേക്ക് വെജ് മയോണൈസ് ഇടുന്നുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ അകത്തേക്ക് ഇടുന്ന സാൻഡ്വിച്ചിൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും അവർക്ക് തനിയെ ഉണ്ടാക്കി നോക്കാനും പറ്റുന്നൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീറ്റ് ബ്രെഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു ബ്രെഡ് സ്ലൈസ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ പേസ്റ്റ് ഈവണായിട്ട് നമ്മൾ ബ്രെഡ് സ്ലൈസിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഇതിന് മുകളിൽ ഞാൻ കുക്കുംബറിൻ്റെ കുറച്ച് സ്ലൈസസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, ടൊമാറ്റോ ഇതൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ സിമ്പിൾ വേർഷനിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്ലൈസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്താൽ നമ്മുടെ ഈ സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി സാൻഡ്വിച്ചസ് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ഞാൻ വീണ്ടും പുതിയ ടൈപ്പ് സാൻഡ്വിച്ചുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി റെസിപ്പി കൊണ്ടുവരുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി ബട്ടർ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി കട്ടിയായിട്ട് കാണുന്നത്. നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് ഇതിന് മുകളിൽ ഈവണായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും കുക്കുംബർ സ്ലൈസസ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടി റിച്ച് ആയിരിക്കും ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഫയർലെസ് കുക്കിംഗ് എന്ന രീതിയിൽ ഡയറക്റ്റ് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഡയഗണലായിട്ടൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത വീട്ടിൽ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ താങ്ക്